ഹലോ എവരിവൺ. നമ്മൾ ഇതുവരെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എങ്ങനെ നടത്താമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ വരിക, അതിൽ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു എങ്ങനെ ഇത് പരിചയപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തം ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ സാധാരണ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളാണ് കാണുന്നത്. എല്ലാം നമുക്ക് പരിചയമുള്ളത് തന്നെ. ഓക്കെ, സ്വിച്ച് രണ്ട് തരമുണ്ട്. 1 വേ സ്വിച്ചും ഉണ്ട്, 2 വേ സ്വിച്ചും ഉണ്ട് അല്ലേ. നിങ്ങൾ ചില സമയത്ത് ബെഡ് സ്വിച്ച് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് നമ്മളൊരു ബെഡ്റൂമിലാണെങ്കിൽ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് ഉണ്ടാവും, അതിൽ ബൾബിൻ്റെ സ്വിച്ച് ഉണ്ടാവും. ഇനി നമ്മൾ കിടക്കുന്ന അടുത്ത് ബെഡിൻ്റെ അടുത്ത് അതേ ബൾബിൻ്റെ തന്നെ രണ്ടാമത്തെ സ്വിച്ചും ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ സ്വിച്ചുകളെ നമ്മൾ 2 വേ സ്വിച്ച് എന്ന് വിളിക്കുക. അതായത് ഒരു ബൾബിന് തന്നെ 2 സ്വിച്ച് ഉണ്ടാവും, അതാണ് 2 വേ സ്വിച്ച്. ഓക്കെ, ഒരു മാറ്റമേ ഉള്ളൂ, അതിൻ്റെ കാലുകളുടെ എണ്ണം കണ്ടു. ഇവിടെ 3 കാലുകളുണ്ട് കണ്ടോ, ഇവിടെയോ 2 സ്വിച്ച്. അപ്പോൾ ഇത് 1 വേ സ്വിച്ചാണ്, ഇത് 2 വേ സ്വിച്ചാണ്. അപ്പോൾ ഇതെങ്ങാനും കണ്ടിട്ട് നിങ്ങളോട് ചിത്രം തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ കാലിലേക്ക് നോക്കുക. അവിടെ നോക്കിയാലേ നമുക്ക് ചിത്രത്തിൽ മനസ്സിലാവും. ഓക്കെ, അല്ലാതെ സ്വിച്ച് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറിയ മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഫിഗറിൽ തരുന്ന സമയത്ത് ഈ കാലുകളിലേക്ക് നോക്കുക. ഇത് 3 കാലുണ്ടെങ്കിൽ അത് 2 വേ സ്വിച്ചാണ്, 2 കാലാണെങ്കിൽ 1 വേ സ്വിച്ചാണ്. സാധാരണ ഒരു ബൾബിന് അല്ലെങ്കിൽ ഒരു ഫാനിന് ഒരു സ്വിച്ച് ആണെങ്കിൽ 1 വേ, ഒരു ഉപകരണം 2 സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് 2 വേ സ്വിച്ചാണ്. ഓക്കെ, അടുത്തത് 3 പിൻ സോക്കറ്റ്. ചിലപ്പോൾ നിങ്ങൾ 2 പിൻ സോക്കറ്റും കാണാറുണ്ട് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് നമുക്ക് പരിചയപ്പെടുത്തുന്ന 3 പിൻ സോക്കറ്റാണ്. ഇതതിൻ്റെ എർത്ത് പിന്നാണ്, ഇത് ഫേസാണ്, ഇതും ഫേസാണ്, ഇതും ന്യൂട്രലാണ്. ഓക്കെ, അതിൻ്റെ തന്നെ ബാക്ക് സൈഡിൻ്റെ ഫിഗറാണിത്. സീലിംഗ് റോസ്. എന്താ സീലിംഗ് റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം ഇത് കാണുന്നത് കുറവാണ്, എന്നാലും ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ ചുമരിൻ്റെ മുകളിൽ ബൾബ് അല്ലേ, ബൾബ് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾഡർ ഇല്ല, ഇതാ ഇവിടെ ഹോൾഡർ. ഈ ഹോൾഡറിൻ്റെ പേരാണ് ആംഗിൾ ഹോൾഡർ. ഇതിങ്ങനെ തൂക്കിയിടുന്ന ഹോൾഡറാണ്. ഓക്കെ, അതായത് ബൾബ് ഇങ്ങനെ വയറിൽ തൂങ്ങി കിടക്കുമ്പോഴാണ് ഈ ഹോൾഡർ ഉപയോഗിക്കുക, ചുമരിൽ വെക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. രണ്ടിനെ നമ്മൾ ബൾബ് ഹോൾഡർ എന്ന് വിളിക്കും, ഇതിന് ആംഗിൾ ഹോൾഡർ എന്നൊരു പേരുമുണ്ട്. ഓക്കെ, ഈ ആംഗിൾ ഹോൾഡറൊക്കെ ഘടിപ്പിക്കുന്ന സമയത്ത് ഓക്കെ നമ്മളൊരു ബോക്സ് വെക്കാറുണ്ട്. റെഡി, ഒരു ജംഗ്ഷൻ ബോക്സിൻ്റെ മുകളിലാണ് ആംഗിൾ ഹോൾഡറൊക്കെ വെക്കുക. ഇനി അതല്ലാത്ത കേസ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസ് പറയാം. ഇപ്പോൾ ഒരു ഫാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഫാനിലേക്കൊരു വയർ കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസിലേക്ക് ഒരു വയർ എടുത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലൂടെ പോയ വയറിനെ പുറത്തോട്ട് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ വയറിന് എന്ത് ചെയ്യും, നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് ആ ഉപകരണത്തിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അത് ബൾബാവാം, എന്തും ആവാം. ഓക്കെ ആണോ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീലിംഗ് റോസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അടുത്തത് ELCB. നമുക്ക് അറിയാം, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റെഗുലേറ്റർ. എന്താ റെഗുലേറ്റർ? ഓക്കെ, അതെന്താണ്, അതിന് 2 വയറുകളാണ് പ്രധാനമായിട്ടുണ്ടാവുക. നമ്മുടെ ഫേസ് ലൈന് സ്വിച്ചിൽ നിന്ന് കടന്ന് ഇതിലൂടെ കയറി ഇതിലൂടെ അങ്ങോട്ട് ഫാനിലേക്ക് പോകും. ഇത് തിരിക്കുന്നതിനനുസരിച്ച് ഈ റെഗുലേറ്റർ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ അവിടെ വൈദ്യുതി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇൻഡിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻഡിക്കേറ്റർ. അതെപ്പോയി അതിനൊരു സ്വിച്ചൊന്നും ഉണ്ടാവില്ല, അത് നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ അതെപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അത് ജസ്റ്റ് കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു ഐഡിയ മാത്രം. ഇൻഡിക്കേറ്റർ ചെറിയൊരു ബൾബാണ് അതിനുള്ളിലുണ്ടാവുക. ഓക്കെ, RCCB നമുക്കറിയാം, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. അത് ELCBക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഉപകരണമാണ്. MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. ഫ്യൂസിന് പകരമായിട്ട് ഇന്ന് ഉപയോഗിച്ച് വരുന്ന സാധനമാണ്. കിറ്റ്കാറ്റ് ഫ്യൂസ് സാധാരണ ഫ്യൂസാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം എന്താണ് ഉപയോഗപ്പെടുത്തുന്നത്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ എന്താണ്, ഹീറ്റിംഗ് എഫക്റ്റും മാഗ്നറ്റിക് എഫക്റ്റും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്നു. സ്വിച്ച് ബോർഡ്. ഈ സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമരിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരം സ്വിച്ച് ബോർഡാണിത്. ഓക്കെ, ഇപ്പോൾ ഒക്കെ എന്താണ്, കൺസീൽഡ് ആണ്. അതായത് ചുമരിൻ്റെ ഉള്ളിൽ ചുമര് കുത്തിയെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലാണ് ബോർഡ് വെക്കുക. എന്നിട്ട് പുറത്ത് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടാവുക, ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ പ്ലേറ്റ് മാത്രമേ പുറത്തുണ്ടാവും. ഓക്കെ, ഇത് പുറത്ത് തന്നെ വെക്കുന്ന ടൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 തരത്തിലുണ്ട്, നിങ്ങൾക്കറിയാം. എന്തായാലും സ്വിച്ചുകളും പ്ലഗുകളൊക്കെ പിടിപ്പിക്കാനുള്ളത് ബോർഡ്. ഓക്കെ, മീറ്ററിൻ്റെ ഫുൾ നെയിം നമുക്കറിയാം, വാട്ട് അവർ മീറ്റർ എന്നാണ് നമ്മൾ വിളിക്കുക. അതിൻ്റെ യൂണിറ്റൊക്കെ നമുക്കറിയാമായിരുന്നു. ഏത് യൂണിറ്റിലാണ് കിട്ടുക, കിലോ വാട്ട് ഹവർ എന്ന യൂണിറ്റിലാണ് നമുക്കതിൻ്റെ മെഷർമെൻറ്റ് കിട്ടുക. ഇതിനെ തന്നെയാണ് യൂണിറ്റ് എന്ന് പറയാം. മെയിൻ സ്വിച്ച്, ഇതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം.
ഓക്കെ, നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഫേസ് ന്യൂട്രനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തുന്നു. അതിൻ്റെ ഉള്ളിൽ 2 ചെറിയ ഫ്യൂസ് ഉണ്ടാവാം. ഓക്കെ, 2 ചെറിയ ഫ്യൂസ് ഉണ്ടാവും. ഇതൊരു ലിവറാണ്, നമുക്ക് ഓൺ ഓഫ് ആക്കാൻ പറ്റും. ഓക്കെ, ബൾബ് ഹോൾഡർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിനൊക്കെ സഹായിക്കുന്ന കുറച്ച് ഉപകരണങ്ങളെയും കൂടി പരിചയപ്പെടാം. ഓക്കെ, ക്ലാമ്പ് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആംബിയർ അളക്കുന്നതാണ് അമ്മീറ്റർ അല്ലേ. ആംബിയർ അളക്കുക മീൻസ് എന്താ, കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത, അളക്കുന്നത്. ഒരു വയർ ഇതിലൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വയർ ഉണ്ടെങ്കിൽ ഈ വയറിലൂടെ എത്ര ആംബിയർ കറണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിവൈസില്ലേ ക്ലാമ്പ് അമ്മീറ്റർ, അത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇതിങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുക്കി വെക്കുക. ഓക്കെ, അതായത് ഈ വയർ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, ഇങ്ങനെ കടത്തി വിടുക. ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ റീഡിങ് കാണിക്കും. അതായത് ആ വയറിലൂടെ എത്ര ആംബിയർ കറണ്ടാണ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കറണ്ട് കണ്ടുപിടി, ഒരു വയറിലൂടെയുള്ള കറണ്ടിൻ്റെ എത്രയാണെന്ന് കാണാനുള്ള ഉപകരണമാണ് ക്ലാമ്പ് അമ്മീറ്റർ. മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ, ഓക്കെ, മൾട്ടിമീറ്ററിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൾട്ടിയാണ്. മൾട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ചിലപ്പോൾ നമുക്കൊരു ഉപകരണത്തിൻ്റെ പ്രതിരോധം എത്ര, റെസിസ്റ്റൻസ് എത്രയെന്ന് കാണാൻ പറ്റും. ഓക്കെ, അതിലൂടെ എത്ര ആംബിയർ കറണ്ട് പോകുന്നതെന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഏതെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അതിൻ്റെ അക്രോസിൽ എത്ര വോൾട്ടേജ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു ഇവിടെ നോബുണ്ട്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓരോന്നിലേക്ക് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റെസിസ്റ്റൻസ് കാണാൻ പറ്റും, കറണ്ട് കാണാൻ പറ്റും. ഓക്കെ, എന്ത് കാണാൻ പറ്റും, വോൾട്ടേജ് കാണാൻ പറ്റും. ചിലപ്പോൾ അതിൻ്റെ ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് ഒക്കെ കാണാൻ പറ്റുന്ന ഉപകരണം പോലും ഉണ്ട്. ഓക്കെ, റെഡി. അങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ ഉപകരണത്തിൽ തന്നെ കാണുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ എന്ന് ഉപയോഗിക്കുക. ഇനി AC വോൾട്ട്മീറ്റർ. AC വോൾട്ട്മീറ്ററിൽ എന്താണോ നടക്കുക ആ കാര്യം എവിടെയും നടക്കും, ഇതിൽ മൾട്ടിമീറ്റർ നടക്കും. AC വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, AC വോൾട്ടേജ് മാത്രം അളക്കാനുള്ള ഉപകരണം, ഇതിന് മാത്രമായിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ നടക്കുന്ന കാര്യം എവിടെയും നടക്കും, മൾട്ടിമീറ്ററിൽ നടക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് AC വോൾട്ട്മീറ്റർ. ദെൻ വയർ സ്ട്രിപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വയറിൻ്റെ മുകളിലൊരു സ്ലീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ ഉണ്ടാവും. അത് കളയാൻ വേണ്ടിയിട്ട്, ചെത്തിക്കളയാൻ വേണ്ടിയുള്ള ഒരു എന്താ പ്ലെയർ പോലെയുള്ള ചെറിയൊരു സാധനമാണ് എന്താ വയർ സ്ട്രിപ്പർ. ശ്രദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വയറിൻ്റെ തൊലി കളയാൻ പറ്റും. റെഡി. സ്ക്രൂ ഡ്രൈവർ 2 തരം ഉണ്ട് നമുക്കറിയാം. റെഡി. ഒന്നിനെ നമ്മളിങ്ങനെ എന്താണ് സ്റ്റാർ എന്നൊക്കെ വിളിക്കും, സ്റ്റാർ എന്ന് വിളിക്കും. മറ്റേത് നമ്മളെന്ത് മൈനസ് എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ. അതിൻ്റെ ആ എൻഡ് എങ്ങനെയാണോ ഇരിക്കുന്നതിനനുസരിച്ച് 2 തരം സ്ക്രൂ ഡ്രൈവർ സാധാരണ ഉണ്ട്. പല തരത്തിലുണ്ട് കേട്ടോ, പല സ്ക്രൂ ഡ്രൈവറുകളുണ്ട്. മെയിനായിട്ടുള്ളത് ഒരു സ്റ്റാറും പിന്നെ എന്താണ് മൈനസുമാണ്. ടെസ്റ്റർ നമുക്കറിയാം, ഒരു പ്ലഗിലൊക്കെ സ്വിച്ച് ബോർഡിൽ അല്ലെങ്കിൽ പ്ലഗിൽ അതിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ബേക്കിൽ ഇതെവിടെ നമ്മൾ വിരൽ വെച്ച് നോക്കും. വിരൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ നമ്മൾ മണ്ണിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലൂടെ ഒരു നേരിയ കറണ്ട് പോകും. നമുക്ക് ഷോക്കൊന്നും അടിക്കില്ല. ഓക്കെ, നേരിയ കറണ്ട് പോകുമ്പോൾ ഇതാണ് നമ്മുടെ പ്ലഗ് എങ്കിൽ നോക്കുക, ഇതാണ് നമ്മുടെ പ്ലഗ് എങ്കിൽ ഓക്കെ, ടെസ്റ്റർ കൊണ്ടുപോയിട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഈ വശത്ത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കും. ഓക്കെ, എൻ്റെ വിരലുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ പിടിക്കും. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, മണ്ണിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫേസ് എൻ്റെ ബോഡിയിലൂടെ ഇങ്ങനെ കയറി മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ആകുമ്പോൾ അതൊരു സർക്യൂട്ട് ക്ലോസ് ആകുകയും ഇവിടെയുള്ള ഈ ബൾബ് അത് ചെറുതായിട്ട് കത്തുകയും ചെയ്യും. നമുക്ക് ഷോക്കൊന്നും അടിക്കില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അത്രയൊന്നും കറണ്ട് ഇതിലൂടെ വരില്ല. വളരെ നേരിയ കറണ്ട് നമ്മുടെ ബോഡിയിലൂടെ പോകും. അതുകൊണ്ട് നല്ല റബ്ബറിൻ്റെ ചെരുപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെരുപ്പ് ഇട്ടിട്ട് ടെസ്റ്റർ പോയിട്ട് കുത്തിയിട്ട് ഈ പ്ലഗിൽ കറണ്ട് ഇല്ല എന്ന് വിളിച്ച് പറയാൻ നിൽക്കരുത്. നമ്മൾ ബോഡി എവിടെ ടച്ച് വേണം, എർത്തുമായിട്ട് ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇതിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഈ എന്ത് ചെയ്യൂ, ടെസ്റ്റർ കത്തുകയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു പിന്നെ ബൾബ് ഹോൾഡറിൻ്റെ ഉള്ളിൽ കറണ്ട് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ടെസ്റ്റ് ചെയ്യുമ്പോൾ, വയറിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവരുടെ കാല് നിലത്ത് തൊടില്ലല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യുക, അവർ ഒരു കൈ കൊണ്ട് എന്ത് ചെയ്യും, ടെസ്റ്ററിൽ പിടിച്ചിങ്ങനെ നോക്കും. മറ്റേ കൈ കൊണ്ട് ചുമരിൻ്റെ മുകളിൽ ടച്ച് ചെയ്യും. ചുമരിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താ, ഇയാളുടെ ഈ കൈയിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ കൈ ഇങ്ങനെ ചുമരിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചുമരിൻ്റെ മുകളിലേക്ക് ടച്ച് ആവും. അപ്പോൾ എന്താ, ഇതിലൂടെ ചുമരിലൂടെ സർക്യൂട്ട് ക്ലോസ് ആവും. അതായത് മണ്ണിലേക്ക് കണക്ഷൻ എത്തുന്ന അർത്ഥം. മനസ്സിലായി? അപ്പോൾ മാത്രമേ ഇത് പ്രകാശിക്കൂ. അത് നമ്മൾ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിനടുത്തത് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വയറിങ്ങനെ എന്താ കട്ട് ചെയ്യാനും രണ്ട് വയർ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പിരിച്ചെടുക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലെയർ. ഇവിടെ ഇൻസുലേഷൻ ഉണ്ട്, കണ്ടോ, ഇൻസുലേഷൻ ഉള്ളത് കൊണ്ട് അഥവാ ഇനി എന്താ വയറ് പിന്നെ KCB നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഫ്യൂസൊന്നും ഊരാതെ പോലും വർക്കൊക്കെ ചെയ്യും. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും റിപ്പയറിങ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ KCBയുടെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ അവരൊക്കെ നല്ല പ്രാക്ടീസ് ഉള്ളവരാണ്. അപ്പോൾ അവർ കറണ്ടുള്ള കമ്പിൻ്റെ മുകളിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ വയർ കൊണ്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. അതൊക്കെ അവർ ഉപയോഗിക്കുന്നത് എന്താ, ഈ പ്ലെയർ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ടച്ചായാൽ മാത്രമേ അപകടമുള്ളൂ, ഇവിടെ പിടിക്കുന്നതുകൊണ്ട് അപകടമല്ല.
നമ്മളതൊന്നും ചെയ്യാൻ പോകരുത്. നമ്മൾ പ്രാക്ടീസ് ആവാത്തവരാണ്. നമ്മൾ അതിൻ്റെ എന്താണോ റൂള് അതനുസരിച്ച് തന്നെ ചെയ്യാം. ഗ്ലൗസ് ഇതെന്താണ്, ഒരു ഇൻസുലേറ്ററാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ഇൻസുലേഷൻ ടാപ്പ് നമുക്കറിയാം, വയറിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ ഈ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചുറ്റിയെടുക്കുന്ന സാധനമാണ് എന്ത്, ഇൻസുലേഷൻ ടാപ്പ്. അല്ല എങ്കിലോ ആ ചെമ്പ് കമ്പിയായിരിക്കും ഉണ്ടാവുക, അതെവിടെ നിന്ന് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപകടമാണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻസുലേഷൻ. പിന്നെ വയറുകൾ സാധാരണഗതിയിൽ നമുക്ക് വേണ്ട, നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു റെഡ് വേണം, ബ്ലാക്ക് വേണം, പിന്നെ ഗ്രീനും വേണം. ഓക്കെ, ഈ ഗ്രീന് എർത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി ഗ്രീന് ചിലപ്പോൾ ഉപയോഗിക്കുക, അതല്ല എങ്കിൽ സാധാ എന്ത് ഉപയോഗിക്കുന്നത്, വണ്ണം കൂടിയ ചെമ്പ് കമ്പി ഉപയോഗിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഗ്രീൻ ഉപയോഗിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എർത്തിന് ഉപയോഗിക്കുക. ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക, ന്യൂട്രനെ കാണിക്കാൻ ഉപയോഗിക്കുക. റെഡ് അല്ലെങ്കിൽ ബ്ലൂ ആണ് എന്തിനു ഉപയോഗിക്കുക, ഫേസിന് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്തിനു ഉപയോഗിക്കുന്ന വയറാണ്, സാധാരണഗതിയിൽ ഫേസിന് ഉപയോഗിക്കുന്നതാണ്. ഈ യെല്ലോയും ബ്ലാക്കും ആണ് ന്യൂട്രന് ഉപയോഗിക്കുക. ഗ്രീന് അല്ലെങ്കിൽ ഒറ്റ കമ്പിയാണ്, ചെമ്പ് കമ്പിയാണ് എന്തിനു ഉപയോഗിക്കുക, കോപ്പർ വയറാണ് എർത്തിന് ഉപയോഗിക്കുക. ഓക്കെ, ഇനി കുറേ കണക്റ്റിംഗ് ഫിറ്റിങ്ങുകളുണ്ട്. PVC പൈപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വയറിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വളഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ബെൻഡ് ഉപയോഗിക്കും. ഓക്കെ, ഷാർപ്പ് 45 ഡിഗ്രിയിൽ വളയുകയാണെങ്കിൽ നമ്മൾ എൽബോ ഉപയോഗിക്കും. എൽബോ ഇങ്ങനെ ഇതിനെ നമ്മൾ ബെൻഡ് എന്ന് വിളിക്കുക, ബെൻഡ്. ഓക്കെ, കറക്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തിരിയുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് എൽബോയും ഉണ്ട്, ബെൻഡും ഉണ്ട്. ഓക്കെ, ദെൻ അതുപോലെയുള്ള പല ഡിവൈസുകളുണ്ട്. ജംഗ്ഷൻ ബോക്സുകളുണ്ട്, ചെറിയ ജംഗ്ഷൻ ബോക്സുകളുണ്ട്. ഓക്കെ, അടുത്തത് PVC ചാനൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് നമുക്കറിയാം. ഇത് PVC പൈപ്പ് നിങ്ങൾക്കറിയാമല്ലോ. PVC പൈപ്പൊക്കെ സാധാരണ നമ്മുടെ സ്കൂളിൽ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ചുമരിൻ്റെ പുറത്തൂടെ വയറിങ് ചെയ്യുക, പുറത്തൂടെ പൈപ്പ് അടിച്ച് കൊണ്ടുപോയിട്ട് വയറിങ് ചെയ്യുക ക്ലാസ് റൂമുകളിലൊക്കെ. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ ക്ലാസ് റൂമുകളിലൊക്കെ, ചുമരിൻ്റെ ഉള്ളിലൂടെ അല്ല ചെയ്യുക. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ എന്താ, ചുമരിൻ്റെ ഉള്ളിൽ കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് ചെയ്യുക. അതൊന്ന് പുറത്ത് തേച്ച് കളയുന്നതോടുകൂടി പിന്നെ നമ്മൾ വയറിങ് പൈപ്പുകളൊന്നും കാണില്ല, ഭംഗിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, ഇനി പിന്നെ പണിയൊക്കെ കഴിഞ്ഞൊരു വീടാണ്, പിന്നെ ചെറിയൊരു എക്സ്റ്റൻഷൻ എന്തെങ്കിലും ഒരു വയർ പ്ലഗ് വെക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഈ ഉരുണ്ടിട്ടുള്ള ഈ പൈപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു നല്ല ചതുരത്തിലുള്ള സ്ക്വയറായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള നമ്മളൊരു PVC ചാനൽ ഉപയോഗിക്കും. അപ്പോൾ ചുമരിൻ്റെ പുറത്തുകൂടെ നല്ല ഭംഗിയായിട്ട് വയർ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്ത്, PVC ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ഉപകരണങ്ങളും അത്യാവശ്യം വയറിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് വയറിങ് ചെയ്യുക എന്ന് നോക്കാം. അതിനൊരു മോഡൽ, നമ്മൾ ചെയ്യാൻ പോകുന്നതിനൊരു മോഡൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു നമ്മുടെ മീറ്ററുണ്ട്, മീറ്ററിൽ നിന്ന് വരുന്ന വയറാണ്. ഓക്കെ, മീറ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു റഫായിട്ട് ഒരു പ്ലൈവുഡിൻ്റെ പീസ് എടുത്തു. ഓക്കെ, ഒരു മരപ്പലക എടുത്തു, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്ലൈവുഡ് പീസ് എടുത്തു. 1 മീറ്റർ 1.5 മീറ്റർ നീളവും വീതിയൊക്കെ ഉള്ള ഒരു പ്ലൈവുഡിൻ്റെ പീസ്. അതിൻ്റെ മുകളിലാണ് നമ്മളിതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമുക്കൊരു ഫേസ് ന്യൂട്രൺ കിട്ടണ്ടേ, ഈ ഫേസ് ന്യൂട്രൺ ഞാൻ എൻ്റെ വീട്ടിലുള്ള എന്ത് ചെയ്തു, പ്ലഗിൽ നിന്ന് തന്നെ അങ്ങ് എടുത്തു. ഓക്കെ, പ്ലഗിൽ നിന്നൊരു ഫേസ് ന്യൂട്രൺ കൊണ്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മളൊന്ന് ചെയ്യാൻ പോകാം. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണ് വരിക, ഒരു ഫേസ് ന്യൂട്രൺ കൊണ്ട് എടുത്ത്. ഓക്കെ, അതിലേക്ക് ഇപ്പോൾ കണക്ഷൻ കൊടുക്കേണ്ടത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അവസാനം കണക്ഷൻ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം വേണ്ടത് ഒരു മെയിൻ ഫ്യൂസിലേക്ക് കടത്തും. മീറ്റർ അല്ലാത്ത ബാക്കിയൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്, ഒരു മോഡൽ ചെയ്യാൻ പോവാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഫേസ് ന്യൂട്രൺ കിട്ടുക, നമ്മൾ പോസ്റ്റിൻ്റെ മുകളിൽ നല്ല എടുക്കുന്നത് നമ്മളെ വീട്ടിലെത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലഗ് തന്നെ ഇങ്ങോട്ട് എടുക്കും. അത് മനസ്സിലായത്, അതായത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റെഡി, മെയിൻ ഫ്യൂസിലേക്ക് കടത്തും. ഫേസ് ലൈനാണ് മെയിൻ ഫ്യൂസിൽ വെക്കുക. ദെൻ മെയിൻ സ്വിച്ചിലെ ഫേസ് ന്യൂട്രൺ കടന്നു വരും. എന്നിട്ട് നമ്മൾ എർത്ത് വയർ കൊണ്ടുപോയിട്ട് മെയിൻ സ്വിച്ചിൻ്റെ മുകളിൽ കണക്ഷൻ കൊടുക്കണം. ELCBൻ്റെ മുകളിലൂടെ കണക്ഷൻ പോയിട്ട് ELCBയിൽ കണക്ട് ചെയ്യുന്ന ചിലപ്പോൾ ELCB ഒക്കെ വെച്ചിരിക്കുന്ന ബോർഡുണ്ട് അല്ലേ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ മെറ്റൽ ബോഡിയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, എർത്ത് വയർ കണക്ട് ചെയ്യും. ഇവിടെ ബോർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതോടെ കണക്ട് ചെയ്യാം. ഓക്കെ, ELCBയിലും ഫേസ് ന്യൂട്രൺ കടന്നു വരും. പിന്നെ MCBയിൽ കയറാതെ നേരെ പോവും. MCBയിൽ പിന്നെ ആര് മാത്രമേ കയറുള്ളൂ, ഫേസ് മാത്രമേ കയറുള്ളൂ. അവിടെ നിന്ന് കയറി ഇറങ്ങി ഇങ്ങനെ വരും. ദെൻ സ്വിച്ച് ബോർഡിൽ നമ്മൾ ചെയ്യുന്നത്, ഒരു ഫാനുണ്ട്. ഫാന് നേരത്തെ റെഗുലേറ്റർ കാണിച്ചില്ലായിരുന്നു, ഇപ്പോൾ എന്തുണ്ട്, റെഗുലേറ്റർ ഉണ്ട്, ഫാനിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇത് ബൾബിൻ്റെ സ്വിച്ചാണ്, ഇത് ബൾബാണ്. ഓക്കെ, ഇത് നമ്മുടെ പ്ലഗിൻ്റെ സ്വിച്ചാണ്, ഇത് പ്ലഗാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ വയറിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ എർത്ത് വരുന്നത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ പ്ലഗിൻ്റെ സെൻറ്റർ. അപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് എർത്ത് അവിടേക്ക് അങ്ങോട്ട് കൊടുത്തു. കണ്ടോ, എർത്ത് നേരെ. അപ്പോൾ ഗ്രീൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ന്യൂട്രൽ നോക്കാം. ന്യൂട്രൽ ഒറ്റ സ്വിച്ചിലേക്കും കയറേണ്ടതില്ല. ഉണ്ടോ,
ന്യൂട്രൽ ഒറ്റ സ്വിച്ചിലേക്കും കറണ്ട് ഉണ്ട്. ഇവിടെ മാത്രമേ കറണ്ട് ഉള്ളൂ. ബൾബ്, ഫാന്, അതുപോലെ നമ്മുടെ പ്ലഗ്, അങ്ങനെ ഉപകരണങ്ങളിലേക്ക് മാത്രം ഡയറക്റ്റായിട്ട് എന്താ പോവുക, സ്വിച്ച് ന്യൂട്രൽ പോകും. അല്ലാതെ ഒറ്റ സ്വിച്ചിലേക്ക് എന്ത് പോവേണ്ടതില്ല, ന്യൂട്രൽ പോവേണ്ടതില്ല. അതുകൊണ്ട് നേരെ ന്യൂട്രൽ നേരെ ഇങ്ങോട്ട് വന്നു, നേരെ ഇവിടെ ന്യൂട്രൽ ആവശ്യമുള്ള പ്ലഗിലേക്ക് കൊടുത്തു. പിന്നെ അവിടുന്ന് ന്യൂട്രൽ ഇങ്ങനെ പോയി, ഓക്കെ, ഇങ്ങനെ പോയി ബൾബിലേക്ക് കൊടുത്തു. ബൾബിൻ്റെ 2 ലീഡിൽ 1 ന്യൂട്രലാണ്. ഓക്കെ, ന്യൂട്രൽ കൊടുത്തു. പിന്നെ അവിടുന്ന് ന്യൂട്രൽ എടുത്തിട്ട് ഇവിടെ കൊടുത്തു, ഫാനിലേക്ക് 1 കൊടുത്തു വെച്ചു. ഓക്കെ, ഇനി ബൾബ് പ്രകാശിക്കണമെങ്കിൽ ബൾബിലേക്ക് എന്ത് വരണം, ഫേസ് വരും. ആ ബൾബിലേക്ക് വരുന്ന ഫേസ് എവിടെ നിന്നാണ് വരേണ്ടത്, സ്വിച്ച് കടന്നിട്ട് വരണം. അതുകൊണ്ട് സ്വിച്ചിൽ നിന്നാണ് എന്ത് വരുന്നത്, ഫേസ് വരുന്നത്. ഓക്കെ ആണോ? ഈ സ്വിച്ചിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എവിടെ നിന്നാണ് ഫേസ് വന്നത്, അത് വരുന്ന ഫേസ് അല്ല, മെയിൻ MCB എന്ന് വന്ന ഫേസ് ഈ സ്വിച്ചിലേക്കൊക്കെ കണ്ടോ കോമൺ ആയിട്ട് കൊടുത്തു വെച്ചത്. ഓക്കെ, ഈ സ്വിച്ചിൽ നിന്ന് എടുത്തിട്ട് ഓൺ ആക്കുന്ന സമയത്ത് ഈ പ്ലഗിലേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ പ്ലഗ് വർക്കിംഗ് ആയി. റെഡി? ഈ രണ്ടാമത്തെ ഇത് ഓൺ ആക്കുന്ന സമയത്ത് ഈ ബൾബ് പ്രകാശിക്കും. ഓക്കെ, ഇത് ഓണാക്കുന്ന സമയത്ത് ഇവിടുന്ന് വൈദ്യുതി നേരെ റെഗുലേറ്ററിൽ പോകും. റെഗുലേറ്ററിൽ നിന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് കൊടുത്തത്, ഫാനിലേക്ക് കൊടുത്തത്. അപ്പോൾ വയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മളിത് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് നോക്കാൻ പുറപ്പെടുകയാണെങ്കിൽ നല്ല പരിചയമുള്ള വയറിങ്ങുമായിട്ട് വയറിങ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഇതറിയുന്ന ആൾക്കാരോ ആയിട്ട് ഒപ്പരം ഇരുത്തിയിട്ട് മാത്രമേ നിങ്ങളിത് ചെയ്ത് നോക്കാവൂ, അല്ലാതെ ചെയ്യരുത്. ഓക്കെ, വൈദ്യുതിയായിട്ട് കളിക്കുന്നതായതുകൊണ്ട് ഓക്കെ, എക്സ്പേർട്ടിൻ്റെ എടുത്തു നിന്ന് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നുണ്ട്. ദിസ് വർക്ക് ഈസ് ടു ബി ഡൺ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എക്സ്പേർട്ട്. ഓക്കെ, പിന്നെ വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തോന്നിയതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പാടില്ല. ഇതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളുണ്ട്. 1956 വന്നിരിക്കുന്ന ഇന്ത്യൻ IE റൂൾ എന്ന് വിളിക്കും. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളിൻ്റെ അവർ പറഞ്ഞ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയറിങ്ങിൻ്റെ കോഴ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ നിയമങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വയറിങ് ചെയ്യാൻ അനുവാദമുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. ഓക്കെ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, BIS ഹോൾ മാർക്കിംഗ് എന്നൊക്കെ നിങ്ങൾ അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ പല ഉപകരണത്തിൻ്റെ മുകളിൽ. അപ്പോൾ BIS പിന്നെ മാർക്കുള്ള ഓക്കെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അംഗീകരിച്ചിട്ടുള്ള സാമഗ്രികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് വളരെ ലോക്കലായ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നർത്ഥം. മനസ്സിലായോ? അതായത് ELCB എന്ന് പറയുന്ന ഒരൊറ്റ സാധനം തന്നെ ഒരു വീട്ടിലേക്ക് ഒന്ന് വേണ്ടി വരും. അതുപോലെ MCB കുറേ എണ്ണം വേണ്ടി വരും, അല്ലെ? ഓരോ റൂമിലേക്ക് നമ്മൾ ഒറ്റ റൂമിൻ്റെ അല്ലേ ചെയ്തുള്ളൂ, കുറേ എണ്ണമൊക്കെ വേണ്ടി വരും. ELCB ഒക്കെ നല്ല വിലയുണ്ട്. ഓക്കെ, ഒന്നിന് തന്നെ 1000-ൻ്റെ പുറത്ത് 2000-ൻ്റെയും പുറത്തൊക്കെ വിലയുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ലോക്കലൊക്കെ വാങ്ങി വെക്കും. അപ്പോൾ ലോക്കൽ വാങ്ങി വെക്കുമ്പോൾ എന്താ പ്രശ്നം, എന്തെങ്കിലും ഇപ്പോൾ ഇടിമിന്നൽ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാലും ELCBക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മൂപ്പർ അവിടെ തന്നെ അങ്ങനെ നിൽക്കും. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ ELCB MCB ഒക്കെ വെച്ചത്. അത് ഓഫായി പോവണ്ടേ? അങ്ങനെ ഓഫാവാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ELCBക്ക് വർക്ക് എന്തുണ്ട്, കാര്യമുണ്ടോ ELCB വെച്ചതുകൊണ്ട്? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല കമ്പനിയുടെ BIS ഹോൾ മാർക്കിംഗ് ഒക്കെ ഉള്ള ഓക്കെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അംഗീകരിച്ച ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളൊക്കെ അംഗീകരിക്കുന്ന ഉപകരണങ്ങൾ മാത്രമേ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരു വയറിങ് ചെയ്യാൻ പോവുക, ഒരു മോഡൽ ചെയ്യാൻ പോവുക. അതിന് നമ്മൾ എന്ത് വേണം, നമുക്കൊരു ഇത് വേണ്ട. നമ്മൾ ചുമരിലല്ല ചെയ്യുന്നത്, നമ്മൾ എന്ത് വേണം, ഒരു പലക എടുത്തു. ഒരു പലക അല്ലെങ്കിൽ എന്തെടുത്തു, ഒരു പ്ലൈവുഡ് എടുത്തു. നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, പ്ലൈവുഡ് എടുത്തു. പ്ലൈവുഡിൻ്റെ നീളവും വീതിയൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 73 നല്ലൊരു ടേബിളിൽ വിശദമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ ആണോ? നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊന്ന് ചെയ്യാൻ പോവാം. അപ്പോൾ ഏകദേശം ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് കൊള്ളിക്കണമെങ്കിൽ ഫാന് മാത്രം നമ്മൾ വേറെ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് അതിലേക്ക് വയർ അങ്ങോട്ട് കൊടുത്താൽ മതി. ഫാനും കൂടെ ഇത് ബോർഡിൻ്റെ മുകളിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ജസ്റ്റ് അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു ബോർഡ് എടുത്തു. ചെറിയ ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ നീളം, ഒരു 1.5 മീറ്റർ നീളം, ഇവിടുന്ന് ഇങ്ങോട്ടേ ഒരു 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ നീളം ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, ഒരു മീറ്റർ വീതിയുള്ളത് മതിയാവും. 1 മീറ്റർ വീതിയുള്ള ഒരു നല്ല കാർഡ്ബോർഡോ ഓക്കെ ഹാർഡ് ബോർഡോ അല്ലെങ്കിൽ പ്ലൈവുഡോ എങ്ങാനും എടുക്കുക. അതല്ലെങ്കിൽ മരപ്പലക ഉണ്ടെങ്കിൽ മരപ്പലക എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ കനമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്ററോളം കനമുള്ള, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ ഒരു 6 മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്ര കനമുള്ള ഒരു പ്ലൈവുഡ് എടുക്കും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. റെഡി? ആദ്യം തന്നെ നമ്മളിതാ ഇവിടെ ഒരു നമ്പർ 2 എന്ന് മാർക്ക് ചെയ്ത സാധനം, നമ്പർ 2 എന്ന് മാർക്ക് ചെയ്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, അതായത് ഒരു ബോർഡിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കണം. എന്തൊക്കെയാണ് വെച്ചെന്ന് വെച്ചാൽ, ഈ 4ാമത്തെ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ മെയിൻ സ്വിച്ച്. ഓക്കെ, 4 നമ്പർ ഇട്ടതാണ് മെയിൻ സ്വിച്ച്. ചെറുതാക്കി വരച്ചാണ് ഒരു മെയിൻ സ്വിച്ച് ഉണ്ടാവും. ഓക്കെ, നമ്മൾ അതിൻ്റെ മുൻപ് എന്തുണ്ടാവും, അത് തൊട്ട് മുന്നത്തെ ഫിഗറിൽ മെയിൻ സ്വിച്ച് തൊട്ട് മുന്നേ മെയിൻ ഫ്യൂസ് ഇല്ലേ. ഓക്കെ, മെയിൻ ഫ്യൂസ് ഇതാണ് എൻ്റെ നമ്പർ 3. ഇതെന്താണ്? അപ്പോൾ മെയിൻ ഫ്യൂസ് ഉണ്ട്, മെയിൻ സ്വിച്ച് ഉണ്ട്.
ഓക്കെ. പിന്നെ എന്താ ഉള്ളത്? ഈ അഞ്ചാമത്തെ അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ചിത്രം തന്നിട്ട് നിങ്ങളോട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത ആൾ? അത് ELCB ആയിരിക്കും. ആറാമത്തെ ആളാരായിരിക്കും? MCB ആയിരിക്കും. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടേക്ക് ഇവിടുന്ന പവർ കിട്ടുക. ഈ മെയിൻ സ്വിച്ചിലേക്ക് ഒരു പവർ വരണ്ടേ? പവർ എന്തൊക്കെ വരണം? ഫേസ് വരണം, ന്യൂട്രൽ വരണം. അപ്പോൾ ഇത് രണ്ടും പിന്നെന്ത് വരണം? ഇവിടെ ഉള്ളിലേക്കൊക്കെ വയറിങ് ചെയ്യാൻ വേണ്ടി പിന്നെന്ത് വരണം? എർത്തും വരണം. അപ്പോൾ എർത്ത് വരണം, ഫേസ് വരണം, ന്യൂട്രൽ വരണം. ഇത് മൂന്നും കൂടെ എന്ത് ചെയ്യുമെന്ന് അറിയാം? ഇത് മൂന്നും കൂടെ ഒരു ചെറിയൊരു പ്ലഗിൻ്റെ മുകളിൽ അല്ല ഒരു പിന്നിൻ്റെ 3 പിന്നിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? കണക്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിലുള്ളൊരു പ്ലഗിൻ്റെ പ്ലഗിലേക്ക് കണ്ടിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടിയല്ലോ. ഫേസും കിട്ടി, ന്യൂട്രലും കിട്ടി, എർത്തും കിട്ടി. ഓക്കെ. ഇനി അത് വെച്ചിട്ട് നമ്മൾ ഒരു മോഡൽ ചെയ്യാൻ പോവാം. റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മെയിൻ ഫ്യൂസിലൂടെ കടത്തി, മെയിൻ സ്വിച്ചിലൂടെ കടത്തി, ELCBയിലൂടെ ആവശ്യമുള്ളതൊക്കെ കടത്തി, MCBയിൽ ഫേസ് മാത്രം കടത്തി, എല്ലാം കൂടെ ഞാൻ ഈ പൈപ്പ് കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു PVC പൈപ്പാണ്. ഓക്കെ. ഈ PVC പൈപ്പിന് എന്ത് ചെയ്യണം? ഈ പ്ലൈവുഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ക്ലാമ്പ് അടിച്ചു. ക്ലാമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ? ക്ലാമ്പ്. റെഡി. ഇങ്ങനെയുള്ള സാധനം. ഓക്കെ. റെഡി. അപ്പോൾ പൈപ്പിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്ത് വെച്ചു? സ്ക്രൂ ചെയ്തു. അപ്പോൾ 18 നമ്പർ ഇട്ട എന്താ? സ്ക്രൂ ആണ്. 17 നമ്പർ ഇട്ടത് എന്താണ്? ക്ലാമ്പാണ്. ഓക്കെ. ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ എത്തി അല്ലേ? ജംഗ്ഷൻ എത്തി. ഈ ജംഗ്ഷൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകാനുണ്ട് ഒരു പൈപ്പ്. ഇങ്ങോട്ട് പോകാണ്ട് ഇവിടെ ഞാൻ ബൾബ് വെച്ചത്, ഇവിടെയാണ് സ്വിച്ച് വെച്ചത്. മുകളിലോട്ടൊന്ന് പോകുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതാണ് എന്ത്? ഫാനിലേക്ക് പോകേണ്ട വയർ. ഓക്കെ ആണോ? റെഡി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത് വെച്ചു? ഞാനൊരു ജംഗ്ഷൻ വെച്ചു. ഓക്കെ. ഒരു ജംഗ്ഷൻ ബോക്സ് അല്ലേ? ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചു. ജംഗ്ഷൻ ബോക്സ് ഒന്ന് ഇവിടെയുണ്ട്. പിന്നെ ബൾബ് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് ഉണ്ട്. ഓക്കെയാണ്. ജംഗ്ഷൻ ബോക്സിന് ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ ഈ ഭാഗത്തേക്കും 4 ഭാഗത്ത് ഹോളുള്ള എന്തുണ്ട്? ജംഗ്ഷൻ ബോക്സ് ആണ്. ഇവിടെ 1 സൈഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അങ്ങനെയുള്ള പലതരം ജംഗ്ഷൻ ബോക്സുകൾ അവൈലബിൾ ആണ്. റെഡി. അതിനനുസരിച്ച് ആവശ്യം പോലെ നമ്മളത് ഉപയോഗിക്കും. ഇവിടെ ഒന്ന് വെച്ചു. റെഡി. ഇവിടെ ആ ജംഗ്ഷൻ ബോക്സിൻ്റെ മുകളിലാണ് നമ്മളൊരു ആംഗിൾ ഹോൾഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതെന്താ? ഒരു ആംഗിൾ ഹോൾഡറാണ്, ബൾബ് ഹോൾഡറാണ്. ഇതൊരു ബൾബാണ്. റെഡി. ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ട് പൈപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? ക്ലാമ്പും സ്ക്രൂ വെച്ചിട്ട് അതിനെ ഉറപ്പിച്ചു. ഇങ്ങോട്ട് പൈപ്പുണ്ട്, ക്ലാമ്പ് സ്ക്രൂ വെച്ച് ഉറപ്പിച്ചു. ഇത് നമ്മുടെ സാധാ സ്വിച്ച് ബോർഡാണ്. സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ റെഗുലേറ്റർ ഉണ്ട്, ഫാനിൻ്റെ സ്വിച്ച് ഉണ്ട്, ബൾബിൻ്റെ സ്വിച്ച്. ഓക്കെ. ദെൻ ഈ പ്ലഗിൻ്റെ സ്വിച്ച്, 3 പിൻ പ്ലഗ് കിട്ടിയോ? പിന്നെ 10 നമ്പർ ഇട്ടത് നമ്മുടെ സ്വിച്ച് ബോർഡ്. റെഡി. അപ്പോൾ ഇനി ഇവിടുന്ന് വയർ ഇങ്ങനെ ബൾബിലേക്ക് പോകേണ്ട, ഫാനിലേക്ക് പോകാനുള്ള അടുത്ത പൈപ്പ്. ദെൻ ഫാൻ പുറത്തെവിടെങ്കിലും ഒരു സെറ്റപ്പിൻ്റെ മുകളിൽ വെച്ചതാണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇത്രയാണ് സെറ്റപ്പ്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ വയറിങ് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. എങ്ങനെയാണ് ചെയ്യുക? ഇവിടുന്ന് ഈ വയറിൻ്റെ ഉള്ളിലൂടെ എന്തൊക്കെ വരുന്നുണ്ടാവും? ഓക്കെ. ഞാനൊന്ന് സ്ക്രീന് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ MCB കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന വയറുകൾ 1, 2, 3 വയർ ഇങ്ങനെ വരുന്നുണ്ടാവും. 3 വയർ ഇവിടേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 3 വയർ എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ ആണോ? 3 വയർ എത്തി നിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അടിയിലോട്ട് എന്തൊക്കെ പോകണം? അടിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എർത്ത് ആവശ്യമുണ്ട്. എർത്ത് അങ്ങോട്ട് വരണം. ഇതിൻ്റെ ഉള്ളിൽ പ്ലഗിലേക്ക് ന്യൂട്രൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ന്യൂട്രും വരണം. ഓക്കെ. ഇനി അവിടേക്ക് എന്തും വരാനുണ്ട്? ഫേസും വരേണ്ടതുണ്ട്. നിർബന്ധമായിട്ട് ഫേസും. അപ്പോൾ 3 വയറും അടിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. 3 എങ്ങോട്ട് കൊണ്ടുവരും? ആദ്യം സ്വിച്ച് ബോർഡിലേക്ക് ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ. ഇത് ആവശ്യമായ രൂപത്തിൽ എർത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുക, ന്യൂട്രൽ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക, ഫേസ് കൊണ്ടുപോയിട്ട് സ്വിച്ചിലേക്ക് കൊടുത്തിട്ട് സ്വിച്ചിൽ നിന്ന് എടുത്തിട്ട് പ്ലഗ് എന്ത് ചെയ്യുക? പ്ലഗിലേക്ക് കണക്ട് ചെയ്യുക. നേരിട്ട് പ്ലഗിലേക്ക് കൊടുക്കരുത്. പിന്നെ സ്വിച്ച് ഇടാതെ തന്നെ പ്ലഗ് ഫുൾ ടൈം 24 മണിക്കൂർ വർക്കിംഗ് ആയിരിക്കും. ഓക്കെ ആണോ? നേരെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഫേസ് എടുത്തിട്ട് നേരെ ഫാനിലേക്കും ബൾബിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് വെച്ചിട്ടൊരു കാര്യമില്ല. ഫാന് ഫുൾ ടൈം കറങ്ങും, ബൾബ് ഫുൾ ടൈം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ സ്വിച്ചിലേക്കാണ് ആദ്യം ഫേസ് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ സ്വിച്ചിലേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഈ സ്വിച്ചിലേക്ക് കൊടുക്കുക. രണ്ടാമത്തെ സ്വിച്ചിലേക്ക് കൊടുക്കുക. 8 നമ്പർ ഇട്ട് ഈ സ്വിച്ചിലേക്ക് കൊടുക്കുക. ഈ സ്വിച്ചിലേക്ക് ഫേസ് എടുത്ത് കൊടുക്കുക. അവിടുന്ന് വീണ്ടും വയർ ഇതേ പൈപ്പിൽ കൂടെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങോട്ട് പോവുക? ഈ ബൾബിലേക്ക് പോവുക. അപ്പോൾ ബൾബിൽ എന്തെത്തി? ഫേസ് എത്തി. ഇനി ബൾബ് പ്രകാശിക്കുന്ന ന്യൂട്രൽ എത്തണ്ടേ? ഈ റൂമിൽ മീൻസ് ഈ ഒരു നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ന്യൂട്രൽ എത്തി നിൽക്കുന്നില്ലേ? അവിടെ നിന്ന് ഒരു ന്യൂട്രൽ ഒരു വയറും കൂടെ എടുത്ത് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ബൾബിലേക്ക് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിച്ചു? ബൾബിൽ ന്യൂട്രലും എത്തി, സ്വിച്ചിൽ നിന്നുള്ള ഫേസും എത്തി. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കും. ഓക്കെ. റെഡി. തീർന്നു. റെഡി. അടുത്തത് ഫാന് കറക്കണം. എന്ത് ചെയ്യണം? ഫാനിലേക്ക് ന്യൂട്രൽ പോകണം. അപ്പോൾ ഇവിടുന്ന് ഒരു ജംഗ്ഷനിൽ ഒരു ന്യൂട്രലും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക? നേരെ മുകളിലേക്ക് കൊടുക്കുക. ന്യൂട്രൽ നേരെ ഫാനിലെത്തിച്ചു. ഇനി അവിടേക്ക് ഫേസ് വേണം. ഫേസ് എവിടെ നിന്നാണ് വരേണ്ടത്? ഫേസ് നേരെ സ്വിച്ചിലേക്ക് കയറ്റുക. സ്വിച്ചിലേക്ക് ഫേസിനെ കയറ്റി ആ ഫേസ് എടുത്തിട്ട് എവിടേക്ക് കൊടുക്കുക? നമ്മുടെ ഈ റെഗുലേറ്ററിലേക്ക് കൊടുക്കുക. റെഗുലേറ്ററിന് ഔട്ട് എടുത്തിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എവിടേക്ക് കൊടുക്കുക? ഫാനിലേക്ക് കൊടുക്കുക. ഓക്കെ. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്താൽ റെഗുലേറ്റർ തിരിച്ച് ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ആണെങ്കിൽ ആ സ്പീഡിൽ എന്ത് ചെയ്യും? ഫാന് കറങ്ങും. ക്ലിയർ? ഓക്കെ. സോ വളരെ സിമ്പിളാണെന്ത് നമ്മുടെ ഈ ഒരു വയറിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം. അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. കാരണം ഇത് നമ്മൾ ചെറിയതാണ് കാണിച്ചത്. ഇതുപോലൊരു വീട് മൊത്തം ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും,
നമ്മൾ വീട്ടിൽ കണ്ടിട്ടില്ലേ, നമ്മൾ 2 വേ സ്വിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു 2 വേ സ്വിച്ച് അല്ലേ, ഒരു ബൾബ് തന്നെ, ബെഡ്റൂമിലുള്ള ബൾബ്, ആ ബൾബ് നല്ല നമ്മുടെ ഡോറ് കയറി വരുന്നിടത്ത് തന്നെയുള്ള സ്വിച്ച് ഇട്ടാലും ആ ബൾബ് പ്രകാശിക്കും, അതുപോലെ ബെഡിൻ്റെ അടുത്തുള്ളത് ഇട്ടാലും പ്രകാശിക്കും. അപ്പോൾ 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നമ്മൾ വയറിങ്ങിൻ്റെ ക്ലാസ് പഠിക്കാൻ പോകുന്ന സമയത്ത് അല്ലേ, വയർമാൻ കോഴ്സിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്ട്രാ വർക്കായിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബൾബ് 2 സ്വിച്ച്, അതായത് 2 വേ സ്വിച്ച് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി ഡയഗ്രാം വരച്ച ശേഷം സർക്യൂട്ട് നിർമ്മിക്കുക എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്ക്. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് അവിടെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ബൾബുണ്ട്. ഓക്കെ, ഈ ബൾബ് പ്രകാശിക്കണമെങ്കിൽ ഫേസും വേണം, ന്യൂട്രൽ വേണം. ഓക്കെ, അറിയാമല്ലോ, ബേസിക്കലി ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെ, ഇത് ന്യൂട്രലാണ്, ഇതെന്താണ്, ഫേസുമാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് 2 വേ 2 സ്വിച്ച് വെച്ചിട്ട് എങ്ങനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതിന് ഒരു സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, വയർമാൻ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വയറിങ്ങിൻ്റെ ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സർക്യൂട്ട് പറഞ്ഞുതരും. ഓക്കെ, അതിനൊരു പ്രത്യേക രീതിയിലാണ് കണക്ഷൻ. അത് വയറിങ്ങിൻ്റെ കോഴ്സിന് പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനത് നിങ്ങളൊന്ന് പഠിപ്പിച്ച് തരാൻ നോക്കാം. നമ്മളതിന് ഉപയോഗിക്കുന്നത് 2 വേ സ്വിച്ചാണ്. അപ്പോൾ 2 വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ 3 കാലുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ 2 വേ സ്വിച്ച് ഒന്ന് എൻ്റെ ചുമരിൻ്റെ മുകളിലുണ്ട്, ഒന്ന് എൻ്റെ ബെഡ് സ്വിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ അടുത്തുള്ള അവിടെ ആ ചുമരിലുമുണ്ട്. അവിടെ 2 സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, എങ്ങനെ ഇതിൻ്റെ കണക്ഷൻ നോക്കുക? വളരെ സിമ്പിൾ, നല്ല രസമുള്ള കണക്ഷനാണ്. നമുക്ക് എന്തൊക്കെ ലൈനുകളുണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ ഉള്ളത് ഫേസ് ലൈൻ ഉണ്ട്. ഓക്കെ, ഫേസ് ലൈൻ ഉണ്ട്, ന്യൂട്രൽ ലൈൻ ഉണ്ട്. ഒരു ബൾബിനെ പ്രകാശിക്കുന്ന കഥ പറയുന്ന സമയത്ത് എർത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബൾബ് എന്തുണ്ട്, ന്യൂട്രലുണ്ട്, ഫേസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് ഫേസ് കൊണ്ടുപോയിട്ട് ഒന്നാമത്തെ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ കണക്ഷന്. ഈ സ്വിച്ചിൻ്റെ നടുവിൽ നിന്ന് എടുത്തിട്ട് ബൾബിലേക്കും കൊടുക്കും. ഓക്കെ, ന്യൂട്രൽ പിന്നെ നേരെ കൊണ്ടുപോയിട്ട് ബൾബിലേക്ക് കൊടുക്കും. ഇനി ബൾബ് പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? ബൾബ് പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ല, ഇവിടേക്ക് ഫേസ് എത്തണം. ഇവിടേക്ക് ഫേസ് എത്തിയിട്ടില്ലല്ലോ, ഇല്ല. അതിന് വേണ്ടി ചെയ്യുന്നത് ഈ സ്വിച്ചിൽ ഒന്നാമത്തെ സ്വിച്ചിൽ ഫേസ് എത്തിയിട്ടുണ്ട്, രണ്ടാമത്തേൽ ഫേസ് എത്തിയിട്ടില്ല. ഓക്കെ, ഇനിയുള്ളത് ഈ 2 പിന്നുകൾ, അതിങ്ങനെ കണക്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ രീതി. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ സ്വിച്ച് എടുത്ത് വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സംശയമുള്ളവർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഇങ്ങനെ ഈ രൂപത്തിൽ സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓക്കെ, ഇപ്പോൾ 2 ഓഫ് പൊസിഷനിലാണുള്ളതെന്ന് വിചാരിക്കുക, ബൾബ് കത്തില്ല. ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് കത്തും. രണ്ടാമത്തെ സ്വിച്ച് പോയിട്ട് അതായത് ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് മാറ്റുന്ന സമയത്ത് ബൾബ് ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 2 സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഓൺ ഓഫ് ചെയ്യുന്ന സർക്യൂട്ട് ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കണ്ടെത്തി വരക്കാൻ പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടെത്താനൊന്നും പോവേണ്ട, ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അതുപോലെ ഒരു ക്വസ്റ്റ്യനോട് കൊടുത്തിട്ടുണ്ട്, 2 3 പിൻ സോക്കറ്റുകളും സ്വിച്ചും ഉൾപ്പെടുന്ന ഒരു എക്സ്റ്റൻഷൻ കോഡ് നിർമ്മിക്കുക. എക്സ്റ്റൻഷൻ കോഡ് എന്താണെന്ന് അറിയില്ലേ? നമ്മളൊരു പ്ലഗ് നമ്മുടെ അടുത്തുണ്ടെന്ന് വിചാരിച്ചു, ഒരു പ്ലഗ്. ആ പ്ലഗിൽ നിന്ന് ഞാനൊരു ഫേസ് എടുത്തു, ന്യൂട്രൽ എടുത്തു, എർത്ത് എടുത്തു. ഇത് 3ഉം കൂടെ ഞാനൊരു പിന്നിൻ്റെ മുകളിൽ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് 3 കാലുള്ള ഒരു സാധനമുണ്ട്, പിന്നുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് പ്ലഗ് കുത്തണം. ഓക്കെ, എന്നിട്ട് വരുന്ന ഈ വയർ ഞാൻ നല്ലോണം ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു സ്ലീവിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാനൊരു ബോക്സ് ഉണ്ടാക്കാൻ പോവാം. ഈ ബോക്സ് എനിക്ക് 2 പ്ലഗിൻ്റെ ബോക്സ് ഉണ്ടാക്കണം. എനിക്ക് 2 പ്ലഗിൻ്റെ ബോക്സ് ഉണ്ടാക്കണം വിചാരിക്കും. ഞാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയൊരു ഡിസൈനിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നടുവിൽ 2 പ്ലഗ് വെച്ച് കൊടുത്തു, ഇവിടെയും പ്ലഗ് വെച്ചു. ഓക്കെ, ഇവിടെ അതിൻ്റെ സ്വിച്ചും വെച്ചു, ഇവിടെ ഇതിൻ്റെ സ്വിച്ചും ഇപ്പുറത്ത് ഇതിൻ്റെ സ്വിച്ചും. ഇങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒന്ന് ഇത്രയും സാധനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്ന അത്രയും ഹോളുകളുള്ള ഒരു ബോക്സ് വാങ്ങി കടയിൽ നിന്ന്. ഓക്കെ, 2 3 പിൻ പ്ലഗ് വാങ്ങി, 2 സ്വിച്ച് വാങ്ങി, 2 1 വേ സ്വിച്ച് ഇട്ടോ. പ്ലഗിനൊക്കെ 2 വേ സ്വിച്ച് ഉണ്ടാവും, ഇല്ല 1 വേ സ്വിച്ച് ആണ്. ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പറയണം 1 വേ സ്വിച്ച് ആണ്. ഇങ്ങനെയുള്ള സാധനം വാങ്ങി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വയറൊക്കെ കൊണ്ടുവന്ന് ഓക്കെ, ഒരു പ്രത്യേക രീതി കണക്ഷൻ ചെയ്താൽ മതി. എന്ത് ചെയ്യണം കണക്ഷന്? ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്ന് മുകളിലേക്കാക്കി വരക്കുകയാണ്. ഇത് എർത്താണല്ലോ, ഇതും എർത്താണല്ലോ. ഇവിടേക്കും എർത്ത് കൊടുക്കുക, ഇവിടേക്കും എർത്ത് കൊടുക്കുക. ഓക്കെ, കൊണ്ടുവന്നതിൽ നിന്ന് എർത്ത് കൊടുക്കുക. പ്രശ്നം തീർന്നേ. അപ്പോൾ ഇതാരാണ്? എർത്താണ്. അടുത്ത ന്യൂട്രൽ എങ്ങോട്ടാണ് വേണ്ടത്? ന്യൂട്രൽ നമുക്ക് സംശയമില്ല, ന്യൂട്രൽ നേരെ സ്വിച്ചിലേക്കൊന്നും പോകണ്ട, ഇവിടേക്ക് ന്യൂട്രൽ കൊടുക്കുക. അപ്പോൾ ഇത് സപ്പോസ് ഇത് ന്യൂട്രൽ ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെയും കൊടുക്കുക. ആ പണിയും തീർന്നു. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇനി ഇതും എന്താണ്? ഇതും എന്താ? നമ്മുടെ സ്വിച്ചിൻ്റെ 2 ലീഡുകളാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് എങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് ഫേസ് കൊടുക്കുക. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എങ്ങോട്ടും കൊടുക്കുക, ഇതിൻ്റെ ഈ പെന്നിലേക്ക് കൊടുക്കുക. ഉള്ളിലൂടെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെയും കൊടുക്കുക. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ പ്ലഗിൽ ഇത് വർക്കിംഗ് ആയി. റെഡി? ഇനി ഇവിടെയോ ഈ വരുന്ന ഫേസ് നേരെ ഇപ്പുറത്ത് വയർ ജമ്പ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, വയർ ജമ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന്
ഈ സ്വിച്ചിലേക്ക് ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് ഔട്ട് എടുത്തിട്ട് ഇവിടേക്കും കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ശ്രദ്ധിച്ച് ഒരു വട്ടം കൂടെ ഒന്ന് വീഡിയോ കണ്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇപ്പോൾ 2 പ്ലഗുള്ള, ഇങ്ങനെ 3 എണ്ണമാണ് 4 എണ്ണം എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്റ്റൻഷൻ കോഡ് നിർമ്മിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അധിക പ്രവർത്തനം എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം. അത് രണ്ടും ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് തന്നെ വരാം. അത് നേരത്തെ നമ്മൾ പ്ലൈവുഡിൻ്റെ ബോർഡിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന സർക്യൂട്ടില്ലേ, ആ സർക്യൂട്ടിലേക്ക് തന്നെ ഒന്ന് വരാം. അത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നൊക്കെ ഒരു 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ടെസ്റ്റർ ഉപയോഗിച്ച് സോക്കറ്റിൽ കറണ്ട് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടെസ്റ്റർ എടുക്കുക, ഈ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. സോക്കറ്റിൽ നിങ്ങൾ ഏതിലാണ് കുത്തി നോക്കുക, ഏതിലാണ് കറണ്ട് ഉണ്ടോ നോക്കുക. അതാദ്യം തെറ്റിക്കരുത് കേട്ടോ. ഒന്നുകിൽ ഇതിൽ അല്ലെങ്കിൽ ഇതിലാണല്ലോ ഫേസ് കൊടുത്തത്. അപ്പോൾ അതിലേ എന്ത് ചെയ്യും, ടെസ്റ്റർ നോക്കിയിട്ട് കത്താൻ സാധ്യതയുണ്ടെങ്കിൽ ഒക്കെ ഓക്കെ ആണെങ്കിൽ അതിലാണെങ്കിൽ എന്ത് ചെയ്യും, കത്തും. എന്ത് ചെയ്യണം, ഈ സ്വിച്ച് ഓൺ ചെയ്യുകയും വേണം. ഓൺ ചെയ്ത് വെക്കുക, ടെസ്റ്റർ വെക്കുക. ടെസ്റ്ററിൽ അതിൻ്റെ പുറകു സൈഡിൽ നമ്മൾ ടച്ച് ചെയ്യുക, നമ്മൾ നിലത്ത് കോൺടാക്റ്റിൽ വരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ടെസ്റ്റർ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പ്ലഗ് വർക്കിംഗ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൾബ് സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തിപ്പിക്കുക. ബൾബിൻ്റെ സ്വിച്ച് ഏതാ, ഇത് ഓൺ ചെയ്താൽ ബൾബ് കത്തുന്നുണ്ടോ നോക്കുക. ഓക്കെ, അത് റെഡിയാണ്. അടുത്തത് ഫാന് സ്വിച്ച് ഓൺ ചെയ്യുക. സ്പീഡ് ഇങ്ങനെ ഇത് തിരിക്കുന്ന സമയത്ത് സ്പീഡ് കൂടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ചിലപ്പോൾ ചില ആൾക്കാർ ആദ്യമായിട്ട് വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വിച്ചൊക്കെ ഓൺ ചെയ്യും, ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഫാനിനൊരു മാറ്റമില്ല. പക്ഷേ ബൾബ് കാണാം ഇങ്ങനെ ആദ്യം കുറച്ച് ലൈറ്റ്, പിന്നെ ഇങ്ങനെ ലൈറ്റ് കൂടി വരുന്ന കാണാം. മാറിപ്പോയതാ സംഭവം. എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഫാനിലേക്ക് പോകേണ്ട വയർ നേരെ പോയിട്ട് ബൾബിലേക്കും കൊടുത്തു, ബൾബിലേക്ക് പോകേണ്ടത് ഫാനിലേക്കും കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് വരുന്ന കറണ്ട് ഇങ്ങനെ കൂടിയും കുറയും ചെയ്യും. ഇത് തിരിക്കുന്നതനുസരിച്ച് അപ്പം ബൾബ് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കളർ കൂടി, പിന്നെ അതിൻ്റെ ലൈറ്റ് കുറഞ്ഞ് ഇങ്ങനെ കളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ പുകയാണോ വരിക അല്ലെങ്കിൽ ബൾബ് കത്തുക എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. അതാ പറഞ്ഞത്, അടുത്ത ആരെങ്കിലും നിർത്തിയിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് ദെൻ 3-പിൻ സോക്കറ്റിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുക. ഇത് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ചാർജ് ആവും. ഓക്കെ, ഫേസ് മാത്രമേ ഉള്ളൂ, ന്യൂട്രൽ ഇല്ലെങ്കിലോ ചാർജ് ആവില്ല കേട്ടോ. ഓക്കെ, ഒക്കെ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഓക്കെ, ഇതിൽ പവറൊക്കെ എത്തുന്നുണ്ടെന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പുറത്തെ വയർ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പ്ലഗ് ഓക്കെ അല്ല. മനസ്സിലായോ? അടുത്തത്, സോക്കറ്റിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് സർക്യൂട്ടിൻ്റെ സുരക്ഷ പരിശോധിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകേണ്ട അപകടമാണ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വയർ എടുത്തിട്ട് ഇതും തമ്മിലൊന്ന് ഷോർട്ടാക്കി നോക്കുക. ഈ ഫേസും ന്യൂട്രൽ നമ്മൾ ഷോർട്ടാക്കി നോക്കിയാൽ ഇവിടുത്തെ ഇത് അടിച്ചു പോകണമെന്നാണ്. ഇത് നമ്മുടെ മെയിൻ ഫ്യൂസ് ഉണ്ടെങ്കിൽ മെയിൻ ഫ്യൂസ്, അതല്ലെങ്കിൽ MCB അടിച്ചു, അതല്ലെങ്കിൽ ELCB അടിച്ചു. ഓക്കെ, ഈ MCB തന്നെ ഓക്കെയാണ്, MCB തന്നെ അവിടെ അങ്ങ് കട്ടായി പോകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകരുത്, ഇത്തിരി പ്രശ്നക്കാരനാണ്. അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, അങ്ങനെ ഷോർട്ടാക്കി നോക്കുക. ഷോർട്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ELCB പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, അപകടമാണ്. ഓക്കെ, ഇനി സർക്യൂട്ടിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കണമെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം എഴുതുക. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കണമെങ്കിൽ വരുത്തേണ്ട മാറ്റം എന്താ? ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പവർ കൂടിയ ഡിവൈസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധാ ലോക്കൽ പ്ലഗ് പോരാ. ലോക്കൽ പ്ലഗ് മീൻസ് നമ്മൾ ചെറിയ ഉപകരണത്തിന് വേണ്ടി കുത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ പിന്ന് പോരാ. കുറച്ചുകൂടെ എന്ത് വേണം, പവർ കൂടിയ, ആംബിയർ കൂടുതൽ താങ്ങുന്ന പവർ പ്ലഗ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പവർ പ്ലഗ് ഉപയോഗിക്കുന്ന സമയത്ത് അത് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, പവർ പ്ലഗ് അതിൻ്റെ സ്വിച്ചും അതിൻ്റെ പ്ലഗ് മാത്രം അവരൊന്ന് കാര്യമായിട്ടൊന്ന് സൽക്കരിച്ചോളെ. ഓക്കെ, കുറച്ചുകൂടി ശക്തി കൂടിയ, കുറച്ചുകൂടി ഒരു ക്വാളിറ്റി കൂടിയ ആംബിയർ കൂടിയ 32 ആംബിയർ എന്നൊക്കെ പറയും. ഓക്കെ, 32 ആംബിയറിൻ്റെ ഒക്കെ എന്ത് ഡിവൈസ് ഉപയോഗിക്കുക, പ്ലഗും സ്വിച്ചും ഒക്കെ. ഓക്കെ, എന്നിട്ടോ ഇതിലേക്ക് കൊടുക്കുന്ന വയർ സാധാരണ നമ്മൾ വയറിങ്ങിന് ഉപയോഗിച്ചിരുന്ന 1 സ്ക്വയറിൻ്റെ സ്ക്വയർ MM-ൻ്റെ വയറിനൊക്കെ പകരം 1.5-ൻ്റെയോ അല്ലെങ്കിൽ 2.5-ൻ്റെയോ ഒക്കെ ആവശ്യത്തിനനുസരണം എന്ത് ചെയ്യുക, വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വയറിങ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് വെച്ചാൽ, ഒന്ന് വയറിൻ്റെ ക്വാളിറ്റി മാറ്റണം, പിന്നെ പ്ലഗിൻ്റെയും സ്വിച്ചിൻ്റെയും ഒക്കെ ആംബിയർ കപ്പാസിറ്റി എന്ത് ചെയ്യണം, കൂട്ടണം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ 3rd ചാപ്റ്റർ. വളരെ നല്ല ഒരു ചാപ്റ്ററാണ്. എല്ലാ പോയിൻറ്റുകളും ഉൾപ്പെടുത്തി വളരെ ഡീറ്റെയിൽ ആയിട്ട് ആണ് ഈ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആണെങ്കിൽ പോലും ഓക്കെ, എല്ലാ പോയിൻറ്റും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെ സാവധാനം ഇത് കംപ്ലീറ്റ് കണ്ടു നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ.